ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആസിഡ് ആൻഡ് ബേസിസ് എന്ന പാഠഭാഗത്തിലെ ആസിഡ് ആൻഡ് മെറ്റൽ എന്നാണ് നോക്കാം. സോ ഫാർ യു ഹാവ് ഐഡൻറ്റിഫൈഡ് 2 properties of acid. One more properties can be identified through experiment. In previous class, you have carried out the experiment burning magnesium ribbon in air. Magnesium is also be a metal like iron and copper. അല്ലേ? എന്താണ് മാഗ്നീഷ്യം റിബൺ വായുവിൽ കത്തുന്ന പരീക്ഷണം നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലുള്ള മറ്റൊരു ലോഹമാണ് എന്ത്? മാഗ്നീഷ്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. ഫിൽ എ ക്വാർട്ടർ ഓഫ് എ ടെസ്റ്റ് ട്യൂബ് വിത്ത് വിനീഗർ. എന്താണ്, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൻ്റെ കാൽഭാഗം എന്താ? വിനീഗർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം? പുട്ട് 3 or small strips of magnesium ribbon into it. എന്താണ്, അതിലേക്ക് 2 or 4 കഷ്ണം മാഗ്നീഷ്യം റിബൺസ് ഇടാം. എന്നിട്ട് നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻ. ക്ലോസ് ഇറ്റ് മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തം ആൻഡ് വൈൽ വാട്ട് ഡു യു ഫീൽ. എന്താണ്, എന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം നമ്മൾ തമ്മിൽ ഉപയോഗിച്ച് അമർത്തി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിച്ച് ഈസ് ദ ഗ്യാസസ് ബബിൾസ് അപ്പ് ദ പുഷസ് അറ്റ് യുവർ തമ്പ്. നമ്മുടെ തമ്പിലേക്ക് എന്താ ബബിൾസ് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. ഓക്കെ, ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. വേറൊരു എക്സ്പെരിമെൻറ്റ് കൂടി ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടിൽറ്റ് ദ ടെസ്റ്റ് ട്യൂബ് സ്ലൈറ്റ്ലി റിമൂവ് യുവർ തമ്പ് ആഫ്റ്റർ bringing a bearing a matchsticks to the mouth of the test tube. What do you observe recording your science diary? ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താ ചരിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ടെസ്റ്റ് ട്യൂബ് ചരിച്ച് പിടിച്ചിട്ട് കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി എന്താ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് വായ്ഭാഗത്തേക്ക് കൊണ്ടുവന്ന ശേഷം കൈവിരൽ മെല്ലെ മാറ്റുക. അപ്പോൾ എന്താ അപ്പോൾ എന്താണ് നിങ്ങളുടെ പരീക്ഷണം പുസ്തകത്തിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക? ഹിയർ ഈസ് എ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ആസിഡ് റിയാക്റ്റഡ് വിത്ത് ദ മെറ്റൽ ഐഡൻറ്റിഫൈ ഇറ്റ്. എന്താണെന്ന് പറയുക, ഇത് എന്നിട്ട് ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചൊരു വാതകമുണ്ടായി. ആ വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആ വാതകമാണ് എന്ത്? ഹൈഡ്രജൻ. ഓക്കെ, എന്താണ്? ഹിയർ ഈസ് എ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ആസിഡ് റിയാക്റ്റഡ് വിത്ത് മെറ്റൽ ഐഡൻറ്റിഫൈ ഇറ്റ്. അപ്പം നമ്മൾ എന്ത് വാതകമാണ് അതിലൂടെ ഉണ്ടായത്? ഹൈഡ്രജൻ. ഓക്കെ, ദ ഗ്യാസ് വിച്ച് ബേൺഡ് അപ്പ് വിത്ത് പോപ്പ് സൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫയർ ഹൈഡ്രജൻ. അല്ലേ? തീ കാണിച്ചപ്പോൾ അത് ചെറു ശബ്ദത്തോടെയാണ് എന്ത്? ഹൈഡ്രജൻ വാതകം കത്തിയത്. ഓക്കെ, will we get the same result if you experiment in repeated other metal and acid? ഇതേപോലുള്ള പരീക്ഷണം വേറെ ആസിഡും മെറ്റലും ഉപയോഗിച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us find out. Repeat the experiment with the dilute hydrochloric acid and zinc. എന്നാണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. Haven't you got the same observation as a previous experiment? എന്താണ്, ഇത് മുമ്പ് ചെയ്ത പരീക്ഷണങ്ങളിലെ തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ഓക്കെ, എന്താണ്, ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹെൻസ് ഹൈഡ്രജൻ ഫിൽഡ് എ ബലൂൺ ക്യാൻ ബി റൈസ് ഹൈലേ. നമ്മൾ ഹൈഡ്രജൻ നിറച്ച ബലൂണ് ആകാശത്ത് പൊന്തി നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, പിന്നെ എന്താണ്? ഹൈഡ്രജൻ ഫ്യൂലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജൻ ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 2023 എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ന്യൂഡൽഹി മീനിങ് ഓഫ് ദി ഹൈഡ്രജൻ വേർഡ് ഹൈഡ്രജൻ ഈസ് എന്താണ്? പ്രൊഡ്യൂസിങ് വാട്ടർ. അല്ലേ? ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ദ വാട്ടർ. അല്ലേ? എന്താണ് ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ്റെ അർത്ഥം എന്താണ്? പ്രൊഡ്യൂസിങ് ജലം എന്നാണ്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ ബസ് 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും. ഓക്കെ, അപ്പം അതാണ്. ഇനി അടുത്തത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞത് ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ. ഹൗ മെനി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ഹാവ് യു ഐഡൻറ്റിഫൈഡ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ് ഡൺ സോ ഫാർ? അപ്പോൾ ഇനി ഈ എക്സ്പെരിമെൻറ്റ് ടീച്ചർ ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് നോട്ട്. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇതുപോലെ തന്നെ എഴുതണം. ആസിഡ് ആൻഡ് മെറ്റൽ എക്സ്പെരിമെൻറ്റ് നോട്ട്.
ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ഓക്കെ, മെറ്റീരിയൽ റിക്വയർഡ് എന്താണ്? ആസിറ്റിക് ആസിഡ്, മാഗ്നീഷ്യം ആൻഡ് ടെസ്റ്റ് ട്യൂബ്. പ്രൊസീജിയർ. ഓക്കെ, പ്രൊസീജിയർ ഇതുപോലെ തന്നെ വേണം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒബ്ജക്റ്റീവ് വേണം, പിന്നെന്താ, മെറ്റീരിയൽ റിക്വയർഡ് വേണം, പ്രൊസീജിയർ വേണം, ഒബ്സർവേഷൻ വേണം, ഇൻഫറൻസ് വേണം. ഇതാണ് പരീക്ഷണം. ഇങ്ങനെയാണ് പരീക്ഷണം എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ആസിഡുകളുടെ പൊതു സ്വഭാവം അല്ലേ? ഹൗ മെനി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ഹാവ് യു ഐഡൻറ്റിഫൈഡ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ് ഡൺ ഫോർ റെക്കോർഡിംഗ് യുവർ സയൻസ് ഡയറി. എന്താ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ആസിഡുകളുടെ എന്തെല്ലാം സ്വഭാവങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സ്വഭാവങ്ങളാണ് ആസിഡുകളിൽ മനസ്സിലായത്? എന്താണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞാൽ? ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്. Acid turn blue litmus to red. Acid have pH less than 7. Strong acid cases burn of skin. Strong acid also be destroyed fabric. Acid are electrolytes. അല്ലേ? അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ബേസ്ഡ് ഓൺ ദിസ്. യു ക്യാൻ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. എന്താണ്? ആസിഡ് എന്താണ് ലോഹവുമായി പ്രവർത്തിച്ചത്? നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്ന സന്ദർഭവും വിശദ. ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കും അല്ലേ? ആസിഡ് എന്താ മെറ്റലായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മെറ്റൽ കണ്ടെയ്നർ ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾ. എന്താണ്? മെറ്റൽ കണ്ടെയ്നറിൽ നമ്മൾ അച്ചാറൊന്നും സൂക്ഷിക്കാറില്ല. അത് എന്തുകൊണ്ടാണത്? പറഞ്ഞുതരാം. നമ്മൾ എന്താ, ബിക്കോസ് മെറ്റൽ ആസിഡുമായി പ്രവർത്തിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പിക്കിളിൽ എന്താ നമ്മൾ വിനാഗിരി ഒഴിക്കില്ലേ? അപ്പോൾ അതൊരു ആസിഡ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ കാര്യം എന്ന് ഞാൻ നോട്ട് തരാം കേട്ടോ. ഓക്കെ, എന്താണ്? മെറ്റൽ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോളോയിങ് സിറ്റുവേഷൻ. മെറ്റൽ കണ്ടെയ്നർ ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾ. എന്താ? പിക്കിൾ കണ്ടെയ്ൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ദ ന്യൂ സബ്സ്റ്റാൻസസ് ഫോംഡ് ഇൻ കേസ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം. നമുക്ക് ശരീരത്തിന് അത് നല്ലതല്ല. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എർത്തൻ വിസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. എന്താണ്? നമ്മൾ എന്താണ് തൈര്, മോര് എന്നിവയല്ലേ ചേർത്ത് കറി ഉണ്ടാക്കുന്നത്? എന്താ? മൺപാത്രങ്ങളിലാണ് സാധാരണയായിട്ട് തൈര്, മോര് എന്നിവ കുക്ക് ചെയ്യാറുള്ളത്. കാര്യം വെച്ചാൽ നമ്മൾ മെറ്റലിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് മെറ്റൽ റിയാക്റ്റഡ് വിത്ത് ആസിഡുമായി പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ തൈര്, മോര് എന്നിവ ഒഴിച്ച കറികളൊക്കെ ഉണ്ടാക്കുന്നത് മൺപാത്രങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇത് കണ്ടെയ്നർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനും പാടില്ല. ഓക്കെ, അത് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്, നോക്കി എഴുതാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് വിനാഗിരി. എന്താണ്? ആസിഡ്. വിനീഗർ നമ്മൾ എന്തിനൊക്കെ ആവശ്യത്തിനാണ് വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്? എന്തൊക്കെ ആവശ്യത്തിന് നമ്മൾ വിനീഗർ ഉപയോഗിക്കാം? നമ്മളെന്താ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്, നോക്കി എഴുതാം. ഓക്കെ, ഇത്രയുമാണ് ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി വീഡിയോസ് ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.